ഞാൻ കൊച്ചേ റെഡിയാക്കിയിട്ട് വേണം പോയിച്ചു വരാനേ. നീ ഇപ്പത്തെ അച്ചമ്മ കഴിഞ്ഞ് ഇത് എന്താണ് പറ്റിയത്? എല്ലാം കൂടി ഒരുപോലെ പോകാൻ. പെട്ടെന്നൊന്നും പോയതല്ലല്ലോ. എന്തായാലും കുറെ നാളെയല്ലേ ഞാൻ പറയുന്നുണ്ടെങ്കിൽ അച്ചാമ്മേനോട്. ആ തെക്കേ മുറിയിലേക്കാണ് ഞാൻ പോകാറില്ല. അങ്ങോട്ട് കയറിയാൽ തന്നെ ഷോക്ക് അടിക്കും. ഈ സവാളയും കൂടി അരിയാനുള്ളതാണോ? ആ, അത് അതിൻ്റെ കൂടെ അരിഞ്ഞു. ഇതെന്ത് കാറ്റാണ്, കത്തണമില്ല. ആ, ഇനി കാറ്റിനെ പറ. അല്ലേലേ കറണ്ട് ഇല്ലാത്ത കാരണം കിടക്കാൻ പോലും പറ്റാറില്ല. ഇനി കാറ്റിനെയും കൂടി ഇല്ലാണ്ടാക്കും. കുക്കറിൽ വെച്ചാൽ മതിയായിരുന്നു, പെട്ടെന്ന് പണി തീർന്നേന്. അയ്യേ, ഈ ചട്ടിയിൽ വെക്കണ ടേസ്റ്റ് കുക്കറിൽ വെച്ചാൽ കിട്ടുവാ? നല്ല തക്കാളി എന്തി അരിയണ്ടേ? ഇത് വെച്ച് കഴിച്ചിട്ട് വേണം പോകാനേ. ഈ ബീഫ് കറിയൊക്കെ ഉണ്ടല്ലോ, ചട്ടിയിൽ കിടന്ന് മസാലയൊക്കെ പിടിച്ച് അങ്ങോട്ട് വേഗണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാകുള്ളൂ. വെറുതെ പക്ഷെ കാര്യമൊക്കെ ശരിയാണ്. പക്ഷെ ഇത് വെച്ച് കഴിച്ചിട്ട് വേണം പോകാൻ. എടി കൊച്ചേ, ആ പിന്നെ സുരേഷ് കറണ്ടില്ലെന്ന് പറഞ്ഞപ്പോൾ ഓടി വന്ന് നോക്കിയായിരുന്നു. അപ്പോൾ തന്നെ വന്ന് കേട്ടോ ഞാൻ പറഞ്ഞു. അപ്പോൾ ഏതാണ്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, മൊത്തം കത്തിപ്പോയെന്നാണ് പറയണത്. എന്തൊക്കെ മേടിച്ചെന്താണെന്നൊന്നും അറിയാൻ മേല. മേടിക്കണമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്, ഒന്ന് വായിച്ച് നോക്കിക്ക്. അതിന് ഞാനെന്ത് നോക്കാനാണ്? നിനക്ക് പഠിപ്പൊക്കെ ഉള്ളതല്ലേ വെച്ചോ, ഒന്ന് എടുത്താൽ നോക്കിക്കേ വായിച്ച്. ആ, എന്നാ ഞാൻ നോക്കാം. പക്ഷെ വേറെ പണിയും പറഞ്ഞ എന്നെ വിളിച്ചേക്കരുത്. ആ, ഇവിടെ പണിയൊന്നുമില്ല, നോക്ക്. എല്ലാ സാധനം അരിഞ്ഞുകൊണ്ടെന്നുണ്ടെങ്കിൽ ഇതില്ല അതില്ല എന്ന് പറഞ്ഞു വന്നേക്കണം. ഓ, ഇതൊരു എസ്സേ ഉണ്ടല്ലോ അച്ചാമ്മ. വയറായിരിക്കും. 2 കോയിൽ 1 സ്ക്വയർ കേട്ടോ. പിന്നെ പൈപ്പ് 14 നോസ് ആൻഡ് പിന്നെ ക്ലമ്പ് 50 നോസ്, സ്വിച്ച് ബോക്സ്, സ്വിച്ച് 16 നോസ്, പ്ലഗ് 5 നോസ്, RCB അത് പശയും 41 നോസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ MCB ഇത് പശയണമെന്ന്. ഈ സുരേഷിന് എഴുതാനൊന്നും അറിയാൻ പാടില്ലെന്ന് തോന്നുന്നു കേട്ടാ. എന്തെങ്കിലും ആകട്ടെ, എന്തോരം കാശാവും. ആ, എനിക്കറിയാൻ പാടില്ല, അയാളോട് പോയി ചോദിക്കില്ല. ആ, പോയി നോക്കാം. മേടിച്ചില്ലെങ്കിൽ പിന്നെ വെട്ടം കാണണ്ടേ. എന്തായാലും ചെയ്യാതെ പറ്റുകയല്ല. RCB 40 എന്നൊക്കെ എഴുതിയേക്കണം. അത്രയൊക്കെ എവിടെ കൊണ്ടുപോയി വെക്കാനാണ്? അതൊക്കെ വേണ്ടി വരും കൊച്ചേ, എല്ലായിടവും കത്തിപ്പോയെന്നാ പറയണം. ഞാൻ വേറെ ആരെങ്കിലും വെച്ച് നോക്കിക്കണം, ഉള്ളതാണ് ഇതൊക്കെ. അവൻ എല്ലായിടത്തും പോയി പണിയെടുക്കണതാണ്. അതെ. കൊച്ചൊരു കാര്യം ചെയ്, ആ പുട്ടിനുള്ള പൊടിയൊക്കെ ഒന്ന് റെഡിയാക്കിയിട്. അപ്പോൾ ഇതിങ്ങനെ ഇരുന്ന് വേഗട്ടെ. ഇവിടെ ഇംഗ്ലീഷാണ്.
എന്നാലും എൻ്റെ കൊച്ചി കറണ്ട് ഇങ്ങനെ പോകാൻ കാര്യം തണുത്ത പിടിയൊന്ന് അടിച്ച്. ആ അല്ല നീ വല്ലതും ചെയ്താ? ആ ഇനി അതും കൂടി എൻ്റെ മേത്തേക്ക്. അല്ല നീയാണല്ലോ എപ്പോഴും ഓണാക്കണത് ഓഫാക്കണത്, അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. ആ പിന്നെ അച്ചാമ്മ ഓണാക്കി ഓഫാക്കി ഒന്നും ചെയ്യല്ല, മൊത്തം ഇട്ടത്താണല്ലോ. ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ കറി വെച്ചാല സൂപ്പറാണ്, ഇത് ടേസ്റ്റ് ആണല്ലെന്നാ. അതൊക്കെ എനിക്കറിയാം, പക്ഷെ സമയം വേണ്ട ഇതിനൊക്കെ കൂടി. അല്പം കഴിക്ക്, പോവാ. ഒരു മുറിയിലാണ് തീ വന്നത്, ഇതിന് എല്ലാ മുറിയിലും മാറണേ എന്തിനാ? ചിലപ്പോ എല്ലാവർക്കും അറിയാലോ ശരിയാകുള്ളായിരിക്കും. ഇതെന്താ തീ വന്ന? അത് ഞാൻ തേപ്പൊട്ടിയൊന്ന് ഊത്തിയതാണ്. ആ കേടായത് തേപ്പോട്ട് ഊത്തിട്ട് എന്നെ പറയണ എന്തായാലും സാധനങ്ങളെല്ലാം വാങ്ങിക്കൊടുക്കല്ലാണ്ട് എന്ത് ചെയ്യാനാ? പോകാൻ നേരത്തെ നമുക്ക് ആ വെള്ളം എടുത്തുകൊണ്ട് പോകാം, എനിക്ക് പൈപ്പ് സാധനമൊക്കെ എങ്ങനെ കൊണ്ടുപോരും?